ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നാരങ്ങ വെച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറിനേക്കാളും കൂടുതൽ രുചിയിലുള്ള വെളുത്ത നാരങ്ങ അച്ചാർ റെഡിയാക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് 20ഓളം മീഡിയം സൈസ് ചെറുനാരങ്ങ എടുത്തിട്ട് 4ആക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മളിതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നാരങ്ങയിൽ ഉപ്പെല്ലാം പിടിച്ച് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് എടുക്കാറുള്ളത്. വെള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ചൂടായി വന്നതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പോളം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇതിലോട്ട് ഇനി ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്ത് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10ഓളം പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വെളുത്ത നാരങ്ങ അച്ചാറായതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിനായിട്ട് അതുകൊണ്ട് പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് നന്നായി തന്നെ ചൂടായി വരണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം ഇതിലോട്ട് അല്പം വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേപ്പില ചേർത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഈ സമയം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പും പുളിയും മധുരം എല്ലാം ബാലൻസായി നല്ലൊരു ടേസ്റ്റാണ്. പഞ്ചസാര ഈ ഒരു വെളുത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് ചെറുനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൂടി വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഗ്രേവി എല്ലാം പെട്ടെന്ന് തന്നെ ഫുള്ളായി വറ്റിപ്പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി എല്ലാം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറിയ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയ വശം കഴിക്കുമ്പോൾ നല്ല കയ്പ്പായിരിക്കും. 3-4 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചെറുനാരങ്ങ അച്ചാറിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഈ വെള്ള നാരങ്ങ അച്ചാർ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.